പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 27/11/2011, അതായത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു ലീഡ് ന്യൂസ് നമ്മൾ കണ്ടു. മെഡിക്കൽ കോളേജിൽ വയറുവേദന ചികിത്സയ്ക്ക് വന്ന വിദ്യാർത്ഥി വൃക്ക രോഗിയെന്ന് പരിശോധന. ഇതിപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയറുവേദനയുമായിട്ട് വന്ന ഒരു രോഗിക്ക് അത് വയറുവേദന വൃക്കരോഗത്തിന്റെ ലക്ഷണമാണോ, അതേപോലെ തന്നെ വൃക്കരോഗികളുടെ രക്തപരിശോധനയിൽ വൃക്കരോഗി എന്ന് സംശയിച്ചിട്ട് രക്തപരിശോധനയിൽ ഒരു ലാബിൽ ക്രിയാറ്റിന്റെ അളവ് 9, മറ്റൊരു ലാബിൽ പരിശോധിച്ചപ്പോൾ ക്രിയാറ്റിന്റെ അളവ് 0.9. അപ്പോൾ വൃക്കയുടെ ആരോഗ്യവും ക്രിയാറ്റിനും, അതേപോലെ തന്നെ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ, വൃക്കരോഗത്തിന്റെ മറ്റ് ചികിത്സകൾ എന്താണെന്നുള്ളത് പൊതുജനങ്ങളുടെ സംശയ നിവാരണത്തിനും നമ്മുടെ അറിവിനേക്കും വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളോട് ഇതുമായിട്ടൊന്ന് സംസാരിക്കാൻ സമ്മതിക്കാനെന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് കിഡ്നിയെ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഒരു രോഗിക്ക് അത് ലക്ഷണമായിട്ട് അനുഭവിക്കുന്നത്, അതല്ല എങ്ങനെയാണ് ഡോക്ടർമാർ ഈ പറയുന്ന രോഗലക്ഷണങ്ങളെ കിഡ്നി രോഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യമേ നമ്മളുടെ മനസ്സിൽ വരുന്നത് മുഖത്തൊരു നീർക്കെട്ടാണ്. എന്നാൽ ചികിത്സാ അനുഭവത്തിൽ പല ഡോക്ടർമാരും ഈ പറയുന്ന രീതിയിലുള്ള നീർക്കെട്ടുകളുമായിട്ട് വരുന്ന രോഗിയല്ല കൂടുതലും ചികിത്സിക്കുന്നത്. അതായത് ഏകദേശം ഒരു 70% രോഗികൾക്കും കിഡ്നിയെ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണാറില്ല എന്നുള്ളതാണ്. അതായത് രോഗലക്ഷണങ്ങൾ മിക്കവാറും നോൺ സ്പെസിഫിക് അല്ല എന്നുണ്ടെങ്കിൽ വളരെ വേഗമായിട്ടുള്ള അല്ലെങ്കിൽ സബ്റ്റിലായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. ഇങ്ങനെ വരുന്ന രോഗികൾക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പനി, അല്ലെങ്കിൽ ശരീരത്തിൽ പൊതുവെ ഒരു നീർക്കെട്ട്, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ വയറ്റിൽ നിന്നും ഇളകിപ്പോക്ക്, ഇല്ല എന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ മനസ്സിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രോഗിയോ അതേപോലെ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റു രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതേപോലെ തെറ്റായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ചികിത്സകളും ഒക്കെ ഈ അവസ്ഥയിൽ സംഭവിക്കാറുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ അത് കൊച്ചുകുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ കിഡ്നിയെ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഇടവിട്ടുണ്ടാകുന്ന പനി, അതേപോലെ തന്നെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് ഒരു ഇടിമിക്കല്, അതേപോലെ മൂത്രത്തിന്റെ അളവിലുള്ള കുറവ്, മൂത്രത്തിന്റെ കളറിലുള്ള വ്യത്യാസം, മൂത്രം നല്ല കട്ടിയായ രീതിയിൽ, അതായത് ഏകദേശം നമ്മുടെ ഒരു കൊക്കക്കോളയോ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയുടെ കളർ പോലുള്ള ഒരു കളർ മാറ്റം, അതല്ല എന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ഇതൊക്കെയാണ് പൊതുവെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ കുട്ടികളിൽ കാണുന്നത്. മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏകദേശം 70% രോഗികളിലും കിഡ്നി ഫെയിലറിലേക്ക് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗലക്ഷണങ്ങളുടെ അഭാവം തന്നെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കുന്നതിന് രോഗിക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല എന്നുള്ളതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതായത് ഇവിടെ ഒന്നുകിൽ രോഗിക്ക് മൂത്രത്തിന്റെ അളവ് വല്ലാതെ കുറഞ്ഞ ഒരവസ്ഥയിൽ ചിലപ്പോൾ രോഗികൾ ഡോക്ടറോട് പറയാം, മൂത്രത്തിന്റെ അളവ് വല്ലാതെ കുറവാണ് ഡോക്ടറെ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മൂത്രത്തിന് വല്ലാതെ കളർ കൂടുതൽ, അല്ല എന്നുണ്ടെങ്കിൽ കളർ വ്യത്യാസമുണ്ട്. പിന്നെ രോഗികൾ പറയുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ, അതായത് മൂത്രം വളരെ കൂടുതലായിട്ട് പോവുക, അതേപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ വല്ലാതെ പത ഉണ്ടായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിലധികം അനാവശ്യമായിട്ടുള്ള രീതിയിൽ പതയുണ്ടാകുന്നത് തന്നെ മൂത്രത്തിന്റെ ഒരു മൂത്ര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ കിഡ്നി രോഗം അല്ലെങ്കിൽ അതിന്റെ കിഡ്നിയുടെ ഫംഗ്ഷനിലുള്ള പോരായ്മകളുടെ തോതനുസരിച്ച് രോഗലക്ഷണങ്ങൾക്ക് വ്യത്യാസം വരികയും അതേപോലെ തന്നെ കിഡ്നിക്ക് മറ്റു രീതിയിലുള്ള നാശം ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ പൊതുവെ ഉള്ള ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു ഇടിമ എന്ന് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇനി നമ്മൾക്ക്
കിഡ്നി ഈ പറയുന്ന രീതിയിലുള്ള കിഡ്നിയെ സംബന്ധിച്ച് രോഗമുണ്ട് എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള കിഡ്നി രോഗനിർണയം, അതായത് രോഗനിർണയം നമ്മൾക്ക് എങ്ങനെ നടത്താം എന്നുള്ളത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം.